കർത്താവ് നിങ്ങളോട് കൂടെയും അങ്ങയോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 14, തിരുവചനങ്ങൾ 15 മുതൽ. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കുവാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കുകയില്ല. കാരണം അത് അവനെ അറിയുകയോ കാണുകയോ ചെയ്യുന്നില്ല. എന്നാൽ നിങ്ങൾ അവനെ അറിയുന്നു, കാരണം അവൻ നിങ്ങളോടൊത്ത് വസിക്കുന്നു, നിങ്ങളിൽ ആയിരിക്കുകയും ചെയ്യും. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. അല്പസമയം കൂടി കഴിഞ്ഞാൽ പിന്നെ ലോകം എന്നെ കാണുകയില്ല. എന്നാൽ നിങ്ങൾ എന്നെ കാണും. ഞാൻ ജീവിക്കുന്നു, അതിനാൽ നിങ്ങളും ജീവിക്കും. ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലുമാണെന്ന് ആ ദിവസം നിങ്ങൾ അറിയും. എൻ്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത്. എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവും സ്നേഹിക്കും. ദൈവവചനമാണ് നാം കേട്ടത്. ഈശോയിൽ സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായവും ശക്തിയും കൊണ്ട് നിറയുവാൻ നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. കർത്താവ് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ നമ്മോട് പറയുകയാണ്, ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോടൊപ്പം ആയിരിക്കുവാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് നൽകുകയും ചെയ്യും. ഈ വചനം പറയുന്നതിന് മുമ്പ് ഈശോ പറഞ്ഞ വചനം എങ്ങനെയാണ്? എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകൾ പാലിക്കും. ആ വചനം പറഞ്ഞിട്ടാണ് ഈശോ പറയുന്നത്, ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോടൊപ്പമായിരിക്കുവാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് നൽകുകയും ചെയ്യുന്നുവെന്ന്. സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായം ലഭിക്കുന്നത് കർത്താവിനെ സ്നേഹിക്കുന്നവർക്കാണ്. കർത്താവിനെ സ്നേഹിക്കുന്നവർ കർത്താവിൻ്റെ കൽപ്പനകളെ സ്നേഹിക്കുന്നവരായിരിക്കും. അതാണ് ഈശോ പഠിപ്പിച്ചത്. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകൾ അനുസരിക്കും. എൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നവനെ ഞാനും സ്നേഹിക്കും. അങ്ങനെ ഈ സ്നേഹത്തിൽ ആയിരിക്കുമ്പോഴാണ് ഉന്നതത്തിൽ നിന്നുള്ള ശക്തിയുടെ പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും നമുക്ക് ഏറെ ആഴത്തിൽ അനുഭവിച്ചറിയുവാൻ സാധിക്കുക. നമ്മൾ ഈ ദിവസങ്ങളിൽ, കഴിഞ്ഞ ദിവസം ഇന്നലെ നമ്മൾ ക്രിസ്മസ് ആഘോഷിച്ചു. ഇന്ന് നമ്മൾ അതേക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, തിരുക്കുടുംബത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, തിരുക്കുടുംബത്തിൽ ആരൊക്കെയാണ് ഉണ്ടായിരുന്നത്? യൗസപിതാവും മറിയവും ഉണ്ണിയേശുവും. യൗസപിതാവും മറിയവും ഉണ്ണിയേശുവും. പലപ്പോഴും നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട്, തിരുക്കുടുംബം പോലെ ഞങ്ങളുടെ കുടുംബത്തെയും മാറ്റണമേ എന്ന്. കാരണം തിരുക്കുടുംബം നമ്മുടെ എല്ലാവരുടെയും കുടുംബങ്ങൾക്ക് മാതൃകയായിട്ട് നമ്മൾ സ്വീകരിക്കുന്നു. യൗസപിതാവിൻ്റെയും മറിയത്തിൻ്റെയും ജീവിതവും ആ കുടുംബത്തിലുള്ള ഉണ്ണിയേശുവിൻ്റെ ജീവിതവും എല്ലാം നമ്മൾ മാതൃകയായിട്ട് സ്വീകരിക്കുന്നു. തിരുക്കുടുംബം ദൈവകൃപയാൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു കുടുംബമാണ്. എന്തുകൊണ്ടാണ് തിരുക്കുടുംബത്തെ പോലെ ആയിത്തീരാൻ നമ്മൾ ആഗ്രഹിക്കുന്നത്? ആ കുടുംബത്തിൻ്റെ പ്രത്യേകതകൾ നമുക്കെല്ലാവർക്കും സന്തോഷം നൽകുന്ന പ്രത്യേകതകളാണ്. തിരുക്കുടുംബത്തിലെ മാതാപിതാക്കളായ യൗസപിതാവും മറിയവും ദൈവത്തിൻ്റെ കൽപ്പനകളെ സ്നേഹിച്ചവരായിരുന്നു. ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച്
ജീവിച്ചവരായിരുന്നു. ദൈവത്തിന് ജീവിതത്തിൽ മുൻഗണന കൊടുത്തവരായിരുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അത്ഭുതകരമായ സഹായം ഈ കുടുംബത്തിന് ലഭിച്ചിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് ഈ കുടുംബത്തിലേക്ക് കടന്നു വന്ന പ്രതിസന്ധികളെ വേണ്ടതുപോലെ കൈകാര്യം ചെയ്യുവാൻ അവർക്ക് സാധിച്ചത്. യോസേപ്പ് പിതാവിനുണ്ടാകുന്ന ചില സ്വപ്നങ്ങളെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ ഈ സ്വപ്നങ്ങളെല്ലാം യോസേപ്പ് പിതാവിന് ഉണ്ടാകുന്നത് ആ കുടുംബത്തെ സമാധാനത്തിൽ മുമ്പോട്ട് പോകുന്നതിന് സഹായിക്കുകയാണ്. ഒരുപക്ഷെ ആ കുടുംബനാഥന് ഈ സ്വപ്നങ്ങൾ ലഭിച്ചില്ലായിരുന്നെങ്കിൽ ആ കുടുംബത്തിൻ്റെ അവസ്ഥ ഇന്ന് നമ്മൾ കാണുന്ന വിധത്തിൽ ആകുമായിരുന്നില്ല. ഈ കുടുംബനാഥന് ലഭിച്ച ചില ദൈവികമായ വെളിപ്പെടുത്തലുകൾ, ദൈവത്തിന് ലഭിച്ച ചില ശക്തമായ പ്രേരണകൾ, ദൈവാത്മാവ് കൊടുത്ത ചില വെളിപ്പെടുത്തലുകളാണ് ആ കുടുംബം ഏറ്റവും സന്തോഷത്തോടെ മുമ്പോട്ട് പോകുന്നതിന് കാരണമായി തീരുന്നത്. യോസേപ്പ് പിതാവിനെയും മറിയത്തെയും എപ്രകാരം ദൈവത്തിൻ്റെ ആത്മാവ് സഹായിച്ചുവെന്ന് യോസേപ്പ് പിതാവിനുണ്ടാകുന്ന ഈ വെളിപ്പെടുത്തലുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 3 സ്വപ്നങ്ങളെക്കുറിച്ച് നമ്മൾ പ്രത്യേകമായിട്ട് യോസേപ്പ് പിതാവിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, തിരുക്കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ കാണാറുണ്ട്. ആദ്യത്തെ സ്വപ്നം മറിയത്തെക്കുറിച്ചായിരുന്നു യോസേപ്പ് പിതാവിന് കിട്ടുന്നത്. കാരണം യോസേപ്പ് പിതാവ് മറിയം ഗർഭം ധരിച്ചിരിക്കുന്ന വിവരം അറിയുകയാണ്. വിവാഹ നിശ്ചയം കഴിഞ്ഞ് വിവാഹം നടക്കുന്നതിന് മുമ്പ്, അവർ സഹവസിക്കുന്നതിന് മുമ്പ് മറിയം ഗർഭം ധരിച്ചിരിക്കുന്നു. ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഒരു ഭർത്താവ് ഇതറിയുമ്പോഴുണ്ടാകുന്ന അവസ്ഥ നമുക്ക് ചിന്തിക്കാം. അതറിഞ്ഞപ്പോൾ ഈ കുടുംബനാഥൻ ഈ മറിയത്തെ ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചതാണ്. മറിയത്തെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു എന്നാണ് വചനത്തിൽ നമ്മൾ വായിക്കുക. അവിടെ മത്തായിയുടെ സുവിശേഷത്തിൽ 1-ാം അധ്യായം 19-ാം തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കും, അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായകയാലും അവളെ രഹസ്യത്തിൽ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. മറിയത്തെ ഉപേക്ഷിക്കുവാൻ യോസേപ്പ് പിതാവ് തീരുമാനമെടുത്തതാണ്, രഹസ്യത്തിൽ ഉപേക്ഷിക്കാൻ. പക്ഷെ ആ തീരുമാനം നടപ്പിലാവുന്നില്ല. എന്തുകൊണ്ടാണ് ആ തീരുമാനം നടപ്പിലാകാതെ പോയത്? യോസേപ്പ് പിതാവ് ഈ കുടുംബനാഥന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. എന്തും തീരുമാനിച്ച് അത് പ്രവർത്തിക്കുന്നതിന് മുമ്പ് ദൈവസന്നിധിയിൽ ആലോചന ചോദിക്കുമായിരുന്നു. ദൈവത്തോട് തൻ്റെ തീരുമാനത്തെ പ്രതി ആലോചന ചോദിക്കുമായിരുന്നു. എന്നിട്ടാണ് ആ തീരുമാനം അദ്ദേഹം നടപ്പിലാക്കാറ്. അതുപോലെ യോസേപ്പ് പിതാവ് ഇതേക്കുറിച്ച് ദൈവസന്നിധിയിൽ ആലോചന നടത്തി. ആലോചന നടത്തിയപ്പോൾ ദൈവാത്മാവ് യോസേപ്പ് പിതാവിൻ്റെ മനസ്സിലെ പ്രശ്നം എടുത്തു മാറ്റി. യോസേപ്പ് പിതാവിന് ദൈവാത്മാവ് വെളിപ്പെടുത്തൽ കൊടുത്തു, മറിയം ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ് എന്നുള്ള വലിയ സത്യം വെളിപ്പെട്ട് കിട്ടി. അതോടുകൂടെ ആ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ മാറുകയാണ്. യോസേപ്പ് പിതാവിൻ്റെ ജീവിതത്തിലെ മനസ്സിലെ അസ്വസ്ഥതകളൊക്കെ മാറുകയാണ്. യോസേപ്പ് പിതാവ് മറിയത്തെ സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ തീരുമാനിക്കുകയാണ്. നമ്മൾ കുടുംബജീവിതത്തിൽ, ഭാര്യ ഭർത്താക്കന്മാരുടെ ജീവിതത്തിൽ പലപ്പോഴും കലഹങ്ങളും പ്രതിസന്ധികളും അസ്വസ്ഥതകളും സംശയങ്ങളും വരുമ്പോൾ യോസേപ്പ് പിതാവ് നമുക്ക് വലിയൊരു മാതൃകയാണ്. തിരുക്കുടുംബം നമുക്ക് വലിയൊരു മാതൃകയാണ്. ഈ ഭർത്താവ്, ഈ കുടുംബനാഥൻ ദൈവത്തോട് ആലോചന ചോദിക്കുകയാണ് ചെയ്യുന്നത്. സ്നേഹമുള്ളവരെ, അവിടെ വഴക്കടിക്കാനും കലഹിക്കാനും വേർപിരിയാനും മതിയായ കാരണങ്ങളുണ്ടായിരുന്നു. കലഹിക്കാനും വേർപിരിയാനും വഴക്കടിക്കാനും മതിയായ കാരണങ്ങൾ യോസേപ്പ് പിതാവിനുണ്ടായിരുന്നു. പക്ഷേ അവിടെ കലഹങ്ങൾ ഉണ്ടാകാതെ പോയത്, അവിടെ വേർപിരിയൽ നടക്കാതെ പോയത് ഈ കുടുംബനാഥൻ, ഈ ഭർത്താവ് ദൈവത്തോട് ആലോചന ചോദിക്കുന്ന ഒരു മനുഷ്യനായതുകൊണ്ടാണ്. നമ്മൾ ഇന്ന് നമ്മുടെ കുടുംബജീവിതങ്ങളിലേക്ക്, ദാമ്പത്യ ജീവിതങ്ങളിലേക്കൊക്കെ കടന്നു പോകുമ്പോൾ പലയിടങ്ങളിലും ഒത്തിരിയേറെ കലഹങ്ങളും അസ്വസ്ഥതകളും വേർപിരിയലുകളും ഒക്കെ നടക്കുന്നത് നമുക്ക് കണ്ടെത്താൻ സാധിക്കും.
പലർക്കും ദൈവത്തോട് ആലോചന ചോദിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ദൈവാത്മാവിന്റെ സഹായം ലഭിക്കുന്നില്ല. ചെറിയ കാരണങ്ങൾക്ക് പോലും പലരും വേർപിരിയുകയും വഴക്കടിക്കുകയും മാറി താമസിക്കുകയും ചെയ്യും. ഏതാനും നാളുകൾക്ക് മുമ്പ് പത്രത്തിൽ ഒരു വാർത്ത വായിച്ചു. വിദേശത്ത് ഒരു സ്ത്രീ ഡൈവോഴ്സിന് കൊടുത്തിരിക്കുകയാണ്. ഡൈവോഴ്സിന് കൊടുത്തിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതാണ്: തൻ്റെ ഭർത്താവ് രാത്രിയിൽ ശക്തമായി കൂർക്കം വലിക്കുന്നത് കൊണ്ട് ഉറക്കം കിട്ടുന്നില്ല, ഡൈവോഴ്സ് വേണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ആ സ്ത്രീ കോടതിയിൽ പറഞ്ഞ കാര്യം ഇതാണ്: ഇയാളിങ്ങനെ കിടന്ന് എല്ലാ ദിവസവും കൂർക്കം വലിച്ചാൽ എല്ലാ ദിവസവും എൻ്റെ ഉറക്കം പോകും, എല്ലാ ദിവസവും എൻ്റെ ഉറക്കം പോയാൽ എൻ്റെ ആരോഗ്യത്തെ അത് ബാധിക്കും. അപ്പോൾ എനിക്ക് എങ്ങനെ സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കും? വാസ്തവത്തിൽ വിദേശ രാജ്യങ്ങളിൽ ഒത്തിരി ഓരോരുത്തർക്കും സ്വാതന്ത്ര്യം വളരെയധികം അനുവദിക്കുന്നത് കൊണ്ട് ആ സ്ത്രീക്ക് ഡൈവോഴ്സ് കിട്ടി. സ്നേഹമുള്ളവരെ, അപ്പോൾ നിസ്സാര കാരണങ്ങൾക്ക് പോലും വേർപിരിയാൻ എന്ന് മനുഷ്യൻ തുനിയുമ്പോൾ കർത്താവിൻ്റെ കുടുംബത്തെക്കുറിച്ച്, തിരുക്കുടുംബത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ അവിടെ വേർപിരിയാനും വഴക്കടിക്കാനും കലഹിക്കാനും കുറ്റം പറയാനും മതിയായ കാരണങ്ങളുണ്ടായിരുന്നിട്ടും അവിടെ കലഹങ്ങൾ ഉണ്ടാകാതെ പോയത്, വേർപിരിയൽ നടക്കാതെ പോയത് ആ കുടുംബം ദൈവത്തിൻ്റെ ആത്മാവിനോട് ആലോചന ചോദിക്കുന്ന ഒരു കുടുംബമായിരുന്നു. അതുകൊണ്ട് കലഹങ്ങളില്ലാതെ അസ്വസ്ഥതകളില്ലാതെ മുമ്പോട്ട് പോകുവാൻ ദൈവാത്മാവ് അവരെ സഹായിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നൊക്കെ പറഞ്ഞ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. സ്നേഹമുള്ളവരെ, യൗസേപ്പ് പിതാവിനോട് ദൈവാത്മാവ് സംസാരിച്ചതുപോലെ ഇന്നും ഭാര്യാഭർത്താക്കന്മാരോട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുവാൻ തയ്യാറാണ്. പക്ഷേ യൗസേപ്പ് പിതാവിനെ പോലെ എത്ര പേർ ദൈവത്തോട് ആലോചന ചോദിക്കുന്നുണ്ട്, ദൈവസന്നിധിയിൽ ഇരുന്നു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും സ്വപ്നങ്ങൾ ഉണ്ടാകാത്തത്, വെളിപ്പെടുത്തൽ ലഭിക്കാത്തത്. ഇന്ന് പലർക്കും കിട്ടുന്ന സ്വപ്നങ്ങളൊക്കെ വേറെ സ്വപ്നങ്ങളാണ്. സ്വപ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്, പക്ഷേ ഇങ്ങനെയുള്ള സ്വപ്നങ്ങളൊന്നുമല്ല എന്ന് മാത്രം. സ്നേഹമുള്ളവരെ, വേണ്ടതുപോലെ പ്രാർത്ഥിച്ചാൽ, വേണ്ടതുപോലെ ഭാര്യ-ഭർത്താക്കന്മാർ ദൈവസന്നിധിയിലായിരുന്നാൽ ദൈവാത്മാവ് ആ ദാമ്പത്യം തകരാതെ നോക്കും. ദൈവാത്മാവ് ദാമ്പത്യത്തിൽ കടന്നുവരുന്ന പ്രശ്നങ്ങളെ എടുത്തു മാറ്റാൻ സഹായിക്കും. ദൈവാത്മാവ് സംശയങ്ങളെ എടുത്തു മാറ്റാൻ സഹായിക്കും. ദൈവാത്മാവ് കലഹങ്ങളെ മാറ്റി അവിടെ ഐക്യം വരാൻ സഹായിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. രണ്ടാമതായിട്ട് യൗസേപ്പ് പിതാവിൻ്റെയും മറിയത്തിൻ്റെയും ജീവിതത്തിൽ ദൈവാത്മാവിൻ്റെ സഹായം വെളിപ്പെടുത്തലിലൂടെ ലഭിക്കുന്നത് അവരുടെ മകന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു അപകടത്തിൻ്റെ സമയത്താണ്. നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ 2-ാം അധ്യായം 13-ാം തിരുവചനത്തിൽ ഇങ്ങനെ വായിക്കും: അവർ പോയിക്കഴിഞ്ഞപ്പോൾ കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ജോസഫിനോട് പറഞ്ഞു, എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക. ഞാൻ പറയുന്നതുവരെ അവിടെ താമസിക്കുക. ഹെറോദസ് ശിശുവിനെ വധിക്കുവാൻ വേണ്ടി ഉടനെ അന്വേഷണം തുടങ്ങും. അപ്പോൾ രണ്ടാമത്തെ വെളിപ്പെടുത്തൽ ദൈവാത്മാവ് കൊടുത്തത് തങ്ങളുടെ മകന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ഒരു അപകടത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് ഈ ദമ്പതികൾക്ക് മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. അതുകൊണ്ട് അവർക്ക് വേണ്ടതുപോലെ പ്രവർത്തിക്കാൻ സാധിച്ചു. ദൈവാത്മാവിന്റെ വെളിപ്പെടുത്തലുകൾ സ്വീകരിക്കുവാൻ തക്കവിധം ദൈവാത്മാവുമായിട്ടൊരു ഐക്യം ഈ കുടുംബനാഥൻ ഉണ്ടായിരുന്നതുകൊണ്ട് തൻ്റെ മകന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ഒരു അപകടത്തെക്കുറിച്ച് ദൈവാത്മാവ് ഈ കുടുംബനാഥന് വെളിപ്പെടുത്തി കൊടുത്തു. നമ്മുടെ കുടുംബങ്ങളിൽ പലപ്പോഴും മക്കളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പല അപകടങ്ങളും പല അനർത്ഥങ്ങളും നമ്മളിൽ പലരും അറിയുന്നത് അത് സംഭവിച്ചതിന് ശേഷമാണ്. നമ്മുടെ മക്കൾ ചിലർ മദ്യത്തിന് അടിമകളായതിനു ശേഷമാണ് ചിലർ അറിയുന്നത്, ചിലർ മയക്കുമരുന്നിന് അടിമകളായതിനു ശേഷമാണ് അറിയുന്നത്, ചിലർ മകൾ ആരുടെയെങ്കിലും കൂടെ ഒളിച്ചോടിപ്പോയി രജിസ്റ്റർ ചെയ്തതിനു ശേഷമാണ് അറിയുന്നത്, ചിലർ മക്കൾ വലിയ അപകടങ്ങളിൽപ്പെട്ടതിന് ശേഷമാണ് അറിയുന്നത്. എന്നാൽ യൗസേപ്പ് പിതാവിൻ്റെയും മറിയത്തിൻ്റെയും കുടുംബം
ദൈവാത്മാവിന്റെ നിറവുണ്ടായിരുന്ന ആ കുടുംബം പറയുകയാണ്, മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകാനിടയുള്ള അപകടങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ ആത്മാവിനോട് ആലോചിക്കുന്ന മാതാപിതാക്കൾക്ക് വെളിപ്പെടുത്തൽ നൽകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഒരിക്കൽ ഞാൻ ഈ വചനങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് കേട്ട ഒരു പ്രൊഫസർ, കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാറാണ്. അദ്ദേഹം പിന്നീട് ഒരു ദിവസം എന്നെ കാണാൻ വന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അച്ഛൻ പറഞ്ഞത് വലിയ സത്യമാണ്, എൻ്റെ ജീവിതത്തിൽ അത് സംഭവിക്കുകയുണ്ടായി. അദ്ദേഹം ഒരു കോളേജിൽ പഠിപ്പിക്കുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞ കാര്യം, അദ്ദേഹം എല്ലാ ദിവസവും തൻ്റെ മക്കളെ സ്കൂളിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് വിളിച്ചു നിർത്തി അവരുടെ തലയിൽ കൈവച്ച് ഈ അപ്പച്ചൻ പ്രാർത്ഥിക്കും. ഈ അപ്പച്ചൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കും, ദൈവത്തിന് ഈ മക്കളെ സമർപ്പിക്കും, പരിശുദ്ധാത്മാവിനെ സമർപ്പിക്കും. എന്നിട്ടാണ് സ്കൂളിലേക്ക് പറഞ്ഞയക്കുക. അദ്ദേഹത്തിൻ്റെ പേര് സ്കറിയ എന്നാണ് ഈ സാറിൻ്റെ പേര്. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം ഇതുപോലെ തന്നെ ഈ മകനെ പ്രാർത്ഥിച്ചൊക്കെ സ്കൂളിലേക്ക് പറഞ്ഞയച്ചു. അത് സ്കൂളിലേക്ക് പോയി കുറച്ചു കഴിഞ്ഞ് ഈ കുട്ടി തിരിച്ചു വന്നത് സ്കൂളിലേക്ക് പോയപ്പോൾ ഉച്ചഭക്ഷണം എടുക്കുവാൻ മറന്നു. അപ്പോൾ ഈ സാറ് കോളേജിൽ കൃത്യസമയത്ത് എത്താനുള്ളതുകൊണ്ട് എല്ലാം ഒരു ഓർഡറായിട്ടാണ് പോകാറുള്ളത്. കുട്ടികളെ പറഞ്ഞയക്കും, അതിനുശേഷം അധികം വൈകാതെ ഇദ്ദേഹം കോളേജിലേക്ക് പോകും. പക്ഷെ അന്ന് ഈ കുട്ടി തിരിച്ചു വന്നപ്പോൾ കാര്യങ്ങളൊക്കെ ഒരു ഡിസോർഡറായി. അദ്ദേഹത്തിന് പോകാനുള്ള വണ്ടി വന്നു, ബസ് വന്നു. അദ്ദേഹം ഈ കൊച്ചിനോട് അത്യാവശ്യ കാര്യങ്ങളൊക്കെ എടുത്തു കൊടുത്ത് ഇദ്ദേഹം പെട്ടെന്ന് ഓടിപ്പോവുകയാണ് ബസ്സിൽ കയറി പോകാൻ വേണ്ടി. അങ്ങനെ അദ്ദേഹം കുറച്ചു ദൂരം മുമ്പോട്ട് പോയി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു ശക്തമായ പ്രേരണ ഉണ്ടായിരുന്നു. ഒരു ദൈവികമായ പ്രേരണ ഈ സ്കറിയ സാറിന് ലഭിച്ചു. അതിങ്ങനെയാണ്, എന്താണെങ്കിലും കൊച്ച് തിരിച്ചു പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാൻ അനുജനോട് പറഞ്ഞിട്ട് പോകാം. അപ്പോൾ ഇവരുടെ വീട് കടന്ന് റോഡിൻ്റെ അവിടെ എത്തണമെങ്കിൽ ഒരു വലിയ കനാലുണ്ട്. കനാൽ നിറഞ്ഞ് വെള്ളം ഒഴുകുന്നുണ്ട്. അതിൻ്റെ മുകളിൽ 2-3 മരത്തടികൾ ഇട്ടിട്ടുള്ള ഒരു പാലമാണ്. അപ്പോൾ മുമ്പോട്ട് ഏറെ പോയി സാറ് ഈ പ്രേരണ കിട്ടിയപ്പോൾ അദ്ദേഹം തിരിച്ചു ചെന്ന് ഇവിടെ വീടിൻ്റെ തൊട്ടപ്പുറത്തെ പറമ്പിൽ നിന്ന് കിളയ്ക്കുന്ന അനുജനോട് പറഞ്ഞു, ഇതേ ആ കുട്ടി ഇങ്ങനെ വന്നിട്ടുണ്ട്, തിരിച്ചു പോകുമ്പോൾ നീ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞേൽപ്പിച്ച് അദ്ദേഹം വീണ്ടും അങ്ങനെ ഓടി വന്ന് ബസ്സിൽ കയറി അദ്ദേഹം കോളേജിലേക്ക് പോയി. അങ്ങനെ പിന്നീട് അദ്ദേഹം പറയുകയായിരുന്നു, അദ്ദേഹം കോളേജിലേക്ക് പോയി ഈ കുട്ടി ഭക്ഷണമൊക്കെ എടുത്ത് ഈ കുട്ടി ഇങ്ങനെ പാലത്തിലൂടെ നടന്നു പോകുമ്പോൾ ഈ കുട്ടിയുടെ കാല് തെറ്റി ഈ നിറഞ്ഞു കിടന്നിരുന്ന കനാലിലേക്ക് ഈ കുട്ടി വീണു. ആ കുട്ടി കരഞ്ഞെങ്കിലും ആരും കേട്ടില്ല. അങ്ങനെ ഈ കുട്ടിയും കൊണ്ട് ഈ കനാലിലെ വെള്ളത്തിൽ 100-200 മീറ്ററോളം ഈ കുട്ടി ഇങ്ങനെ ഒഴുകിപ്പോകുമ്പോൾ പെട്ടെന്ന് ഈ സാറിൻ്റെ അനുജന് ഒരു ശക്തമായ പ്രേരണ കിട്ടി. അദ്ദേഹം കനാലിൻ്റെ അവിടേക്ക് ഓടി വന്നപ്പോൾ ഈ അനുജൻ കാണുന്ന കാഴ്ച, ഈ കൊച്ചുകുട്ടി ഇങ്ങനെ വെള്ളത്തിലൂടെ ഒഴുകിപ്പോവുകയും അദ്ദേഹം ഉടനെ തന്നെ കനാലിലേക്ക് എടുത്ത് ചാടി ഈ കുട്ടിയെ രക്ഷിച്ചു. അങ്ങനെ വീട്ടിൽ കൊണ്ടുവന്നു. അന്ന് സ്കൂളിൽ വിട്ടില്ല. വൈകിട്ട് സാറ് വീട്ടിൽ വന്നപ്പോൾ കുട്ടി വളരെ രസകരമായിട്ട് അപ്പച്ചനോട് പറഞ്ഞു, അപ്പച്ച ഞാനിന്ന് വെള്ളത്തിൽ ചാടിയെന്ന്. കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ സാറാകെ തരിച്ചിരുന്നു പോയി. എന്നിട്ട് അദ്ദേഹം ദൈവത്തിന് നന്ദി പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ ഒരു വലിയ സത്യം ഇതായിരുന്നു, അച്ഛാ, എല്ലാ ദിവസവും എൻ്റെ മക്കളെ സ്കൂളിലേക്ക് വിടുമ്പോൾ തലയിൽ കൈവച്ച് ഞാൻ പ്രാർത്ഥിക്കും, ദൈവത്തിന് അവരെ സമർപ്പിക്കും, പരിശുദ്ധാത്മാവിനോട് അവരെ ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറയുമായിരുന്നു. എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ ഒരപകടം സംഭവിക്കാൻ ഇടയുള്ളപ്പോൾ എൻ്റെ ദൈവത്തിൻ്റെ ആത്മാവ് എനിക്കത് വെളിപ്പെടുത്തി തന്നതുകൊണ്ട് ഇന്ന് എൻ്റെ കുഞ്ഞ് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ആത്മാവ് എപ്പോഴും സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ആത്മാവാണ്. പലപ്പോഴും ദൈവാത്മാവ് സംസാരിക്കാത്തത് കൊണ്ടല്ല നമ്മൾ കേൾക്കാത്തത്. ആത്മീയ പിതാക്കന്മാർ പറയും, ദൈവാത്മാവിന് എല്ലാവരോടും സംസാരിക്കാൻ താല്പര്യമാണ്. പക്ഷേ നമ്മൾ വേണ്ടതുപോലെ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ദൈവാത്മാവിൻ്റെ സ്വരം കേൾക്കാത്തത്. ദൈവാത്മാവ് എല്ലാവരോടും സംസാരിക്കുന്നുണ്ട്.
അപ്പോൾ ദൈവത്തിന്റെ ആത്മാവിന്റെ സ്വരം കേൾക്കാൻ, ദൈവമേ നീ എന്നോട് സംസാരിക്കണമേ സംസാരിക്കണമേ എന്ന് നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. വാസ്തവത്തിൽ ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കാത്തത് കൊണ്ടല്ല നമ്മളിൽ പലരും കേൾക്കാത്തത്, അല്ലെങ്കിൽ ചിലരോട് കൂടുതൽ സംസാരിക്കുന്നത് കൊണ്ടല്ല അവർ കൂടുതൽ കേൾക്കുന്നത്. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാൻ ആർക്കാണ് കഴിയുന്നത്, അവരാണ് ഈ ദൈവസ്വരം തിരിച്ചറിയുന്നത്. യൗസേപ്പ് പിതാവ് വളരെയധികം ശ്രദ്ധിക്കാൻ കഴിവുള്ള ഒരു കുടുംബനാഥനായിരുന്നു. ദൈവത്തിന്റെ സ്വരത്തെ, ദൈവാത്മാവിന്റെ സ്വരത്തെ ശ്രദ്ധിക്കാൻ കഴിയുന്ന ഒരു കുടുംബനാഥനായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവേ നന്ദി. അവൻ പ്രിയപ്പെട്ടവരെ, മക്കളുടെ ജീവിതത്തിൽ സംഭവിക്കാനിടയുള്ള അപകടങ്ങളെ ദൈവാത്മാവ് വെളിപ്പെടുത്തി തരും. ഞാൻ കോട്ടയിലായിരുന്ന സമയത്ത് ഒരിക്കൽ +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടി കടന്നു വന്ന ഒരു ആൺകുട്ടി സ്വീറ്റ്സൊക്കെ ആയിട്ട് എന്നെ കാണാൻ വന്നു. അപ്പോൾ ഞാൻ സ്വീറ്റ്സൊക്കെ വാങ്ങി അവനെ പ്രാർത്ഥിച്ച് അവനെ ഞാൻ അനുഗ്രഹിച്ച് കൺഗ്രാജുലേഷൻസ് ഒക്കെ പറഞ്ഞപ്പോൾ അവൻ നിന്ന് കരയാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു, നീ എന്തിനാ ഇങ്ങനെ കരയുന്നത്? സന്തോഷിക്കേണ്ട സമയമല്ലേ? അപ്പോൾ അവൻ പറഞ്ഞു, അച്ഛനീ പറഞ്ഞ നല്ല വാക്കുകളൊക്കെ എൻ്റെ അമ്മയോടാണ് പറയേണ്ടത്. അപ്പോൾ ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു, എന്താണ് നീ അങ്ങനെ പറയുന്നത്? നീയല്ലേ പഠിച്ചത്, പിന്നെ ഈ നല്ല വാക്കുകളൊക്കെ അമ്മയോട് എന്തിനാ പറയുന്നത്? അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, അച്ഛാ 10ാം ക്ലാസ്സിലെ പഠനത്തിന് ശേഷം ഞാൻ +2 ചേർന്നു. ഞാൻ +2 ചേർന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ കൂടെ പഠിക്കുന്ന മിക്ക ആൺകുട്ടികൾക്കും ഓരോ കുട്ടികളായിട്ട് സ്നേഹബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചിലരൊക്കെ പുകവലിക്കാൻ തുടങ്ങി, ചിലരൊക്കെ മദ്യപിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാനും ആ കൂട്ടത്തിൽപ്പെട്ടു. എനിക്കും ഒരു കുട്ടിയായിട്ട് സ്നേഹബന്ധമുണ്ടായിരുന്നു. അതോടൊപ്പം അല്പം പുകവലിക്കാനൊക്കെ തുടങ്ങി, മദ്യപിക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ ഒരു ദിവസം എൻ്റെ അമ്മ എന്നെ വിളിച്ച് എന്നോടിങ്ങനെ പറഞ്ഞു, മോനെ, നിന്നെ ഓർത്ത് എനിക്ക് മനസ്സിൽ വലിയ സങ്കടം വരുന്നു. എന്തൊക്കെയോ നിന്നെ ഓർക്കുമ്പോൾ എനിക്ക് വലിയ സങ്കടവും അസ്വസ്ഥതയും വരുന്നു. നീ എന്തെങ്കിലും അസ്വസ്ഥതകളിൽ പെട്ടിട്ടുണ്ടോ? മോൻ എന്തെങ്കിലും ദൈവം ആഗ്രഹിക്കാത്ത ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിച്ച് ഈ അമ്മ വഴക്കൊന്നും പറഞ്ഞില്ല. അമ്മ കുറെ കരഞ്ഞു. എന്നിട്ട് ഈ അമ്മ മോനോട് പറഞ്ഞു, മോനെ, അമ്മ നിനക്ക് വേണ്ടിയാണ് ജീവിച്ചിരിക്കുന്നത്. നിനക്ക് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അമ്മയ്ക്കത് താങ്ങാനാവില്ല എന്ന് പറഞ്ഞ് ഈ അമ്മ കുറെ കരഞ്ഞു. വേറെ വഴക്കൊന്നും പറഞ്ഞില്ല ഈ അമ്മ. അന്ന് ഈ കുട്ടി അവിടെ നിന്ന് അമ്മയുടെ അരികിൽ നിന്ന് പോയതിന് ശേഷം അവൻ ചിന്തിക്കാൻ തുടങ്ങി. അപ്പോൾ അവൻ മനസ്സിലായി, തൻ്റെ ജീവിതത്തിലെ ഈ തെറ്റായ വഴികൾ അമ്മയ്ക്ക് എങ്ങനെയോ മനസ്സിലായിട്ടുണ്ട്, വെളിപ്പെട്ട് കിട്ടിയിട്ടുണ്ട്. അവൻ്റെ അമ്മ പോട്ട ആശ്രമത്തിലെ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ പ്രാർത്ഥിക്കുന്ന ഒരു സ്ത്രീയാണ്. ഞാൻ ആ അമ്മയെ അറിയും. അപ്പോൾ ആ പ്രാർത്ഥിക്കുന്ന ആ അമ്മയ്ക്ക് ദൈവത്തിൻ്റെ ആത്മാവ് ഈ മകന്റെ ജീവിതത്തിലെ തെറ്റായ സ്നേഹബന്ധത്തെക്കുറിച്ചും അവൻ വഴിമാറിപ്പോകുന്നതിനെക്കുറിച്ചും ദൈവാത്മാവ് മുന്നറിയിപ്പ് കൊടുത്തു. അതുകൊണ്ടാണ് ആ അസ്വസ്ഥത വന്നത്. സ്നേഹമുള്ളവര്, അന്ന് ആ കുട്ടിക്ക് അതൊന്നും കൃത്യമായി മനസ്സിലായില്ലെങ്കിലും അവൻ പിന്നീട് അതിൽ നിന്നൊക്കെ പിന്മാറി പഠിച്ചും മിടുക്കനായി ഉയർന്ന മാർക്കോടെ വിജയിച്ചു കഴിഞ്ഞപ്പോൾ അവൻ ആ അമ്മയോട് ഏറെ നന്ദിയുള്ളൊരു മകനായി മാറുകയാണ്. അതുകൊണ്ടാണ് അവൻ എന്നോട് പറഞ്ഞത്, അച്ഛൻ പറഞ്ഞ നല്ല വാക്കുകൾ എന്നോടല്ല പറയേണ്ടത്, എൻ്റെ അമ്മയോടാണ് പറയേണ്ടത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിറക്കെ പറഞ്ഞ് ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. അപ്പോൾ മറിയത്തിൻ്റെയും യൗസേപ്പ് പിതാവിൻ്റെയും ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള രണ്ടാമത്തെ ഒരു വലിയ സത്യം ഇതാണ്. നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകാനിടയുള്ള അപകടങ്ങളെക്കുറിച്ച്, പ്രതിസന്ധികളെക്കുറിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്ന ഭാര്യാഭർത്താക്കന്മാർക്ക് വേണ്ട സമയത്ത് മുന്നറിയിപ്പുകൾ നൽകും, വെളിപ്പെടുത്തൽ നൽകും. അത് പരിശുദ്ധാത്മാവ് എപ്പോഴും ഭാര്യാഭർത്താക്കന്മാരോട് സംസാരിക്കുന്നുണ്ട്. പക്ഷേ പല ഭാര്യാഭർത്താക്കന്മാർക്കും അത് കേൾക്കുവാൻ ക്ഷമയോ അത് കേൾക്കുവാൻ സമയമോ ഇല്ലാത്തതുകൊണ്ടാണ് പലരും മക്കളുടെ ജീവിതത്തിൽ പലതും സംഭവിച്ചതിന് ശേഷം അറിയുവാൻ ഇടവരുന്നത്, പല കാര്യങ്ങളും മുൻകൂട്ടി അറിയാൻ സാധിക്കാതെ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അടുത്തതായിട്ട് തിരുക്കുടുംബത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ യൗസേപ്പ് പിതാവിന് കിട്ടുന്ന മൂന്നാമത്തെ വെളിപ്പെടുത്തൽ എന്തിനെക്കുറിച്ചാണ്? നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ 2-ാം അധ്യായം 19-ാം തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കും, ഹേറോദേസിന്റെ മരണത്തിന് ശേഷം
ഈജിപ്തിൽ വെച്ച് കർത്താവിന്റെ ദൂതൻ ജോസഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയും കൂട്ടി ഇസ്രായേൽ ദേശത്തേക്ക് മടങ്ങുക. ശിശുവിനെ വധിക്കാൻ ശ്രമിച്ചവർ മരിച്ചു കഴിഞ്ഞു. അവൻ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയും കൂട്ടി ഇസ്രായേൽ ദേശത്തേക്ക് പുറപ്പെട്ടു. 23-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ വായിക്കുകയാണ്, അവൻ നസ്രായൻ എന്ന് വിളിക്കപ്പെടുമെന്ന് പ്രവാചകൻ വഴി അരുളി ചെയ്യപ്പെട്ടത് നിവൃത്തിയാകുവാൻ നസ്രത്ത് എന്ന പട്ടണത്തിൽ അവൻ ചെന്ന് പാർത്തു. അപ്പോൾ സ്നേഹമുള്ളവരെ, ഈ മകൻ നസ്രായൻ എന്ന് വിളിക്കപ്പെടണം. അത് ദൈവത്തിന്റെ പദ്ധതിയാണ്. തിരുലിഖിതങ്ങളിൽ എഴുതി വച്ചിരിക്കുന്ന കാര്യമാണ്, ഈ മകൻ നസ്രായൻ എന്ന് വിളിക്കപ്പെടണം. ഈ മകൻ നസ്രായൻ എന്ന് വിളിക്കപ്പെടണമെങ്കിൽ ഈ മകൻ നസ്രത്ത് എന്ന പട്ടണത്തിൽ പോയി താമസിക്കണം. അത് ദൈവത്തിന്റെ പദ്ധതിയാണ്. അപ്പോൾ ഈ മകനെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി ഈ പിതാവിന് ദൈവാത്മാവ് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ഈ മകൻ എവിടെ പോയി താമസിക്കണം, ഈ മകൻ ആരായിത്തീരണം എന്ന വ്യക്തമായ നിർദ്ദേശങ്ങൾ ഈ കുടുംബനാഥന്, ഈ മാതാപിതാക്കൾക്ക് ദൈവാത്മാവിൽ നിന്ന് ലഭിക്കുകയും. അപ്പൊ സ്നേഹമുള്ളവരെ, ദൈവത്തോട് ആലോചന ചോദിക്കുന്ന ഭാര്യാഭർത്താക്കന്മാരാണെങ്കിൽ, മാതാപിതാക്കളാണെങ്കിൽ, കുടുംബമാണെങ്കിൽ, അവരുടെ മക്കൾ എവിടെ താമസിക്കണം, അവർ ആരായിത്തീരണം, അവർ എന്തായിത്തീരണം, അവർ എന്തൊക്കെയാ പഠിക്കേണ്ടത് എന്നുള്ള വ്യക്തമായ കാര്യങ്ങൾ ദൈവാത്മാവ് വെളിപ്പെടുത്തി തരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. അങ്ങനെ ദൈവാത്മാവിനോട് ആലോചന ചോദിച്ചിട്ടുള്ള കുടുംബങ്ങളിൽ മക്കളുടെ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ വളരെ എളുപ്പമായിട്ടുള്ള അനേകം കുടുംബങ്ങളെ എനിക്കറിയാം. ദൈവാത്മാവിനോട് യോജിച്ചു പോകുന്ന കുടുംബങ്ങൾ, ആലോചന ചോദിക്കുന്ന കുടുംബങ്ങൾ, അവരുടെ മക്കളുടെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ അവസരങ്ങൾ വരുമ്പോൾ, ആ മക്കളുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ദൈവാത്മാവ് കാര്യങ്ങൾ പെട്ടെന്ന് ക്രമീകരിച്ചു കൊടുത്ത് അനേകർ സാക്ഷ്യം വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നൊക്കെ പറഞ്ഞ് ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. അപ്പോൾ ദൈവാത്മാവ് നൽകുന്ന സഹായമാണത്. ദൈവാത്മാവ് എല്ലാ കുടുംബങ്ങൾക്കും നൽകുന്ന സഹായമാണിത്. ദൈവാത്മാവ് എല്ലാ ഭാര്യ ഭർത്താക്കന്മാർക്കും നൽകുന്ന സഹായമാണിത്. തങ്ങളുടെ മക്കളുടെ ജീവിതത്തെക്കുറിച്ചുള്ള ഉന്നതമായ കാഴ്ചപ്പാടുകൾ ദൈവം അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കും. അവർ ആരായിത്തീരണം, എന്തായിത്തീരണം, അവർ എവിടെ പോയി താമസിക്കണം, അവർ എന്തൊക്കെ ചെയ്യണം, പഠിക്കണം, അതേക്കുറിച്ചുള്ള ദൈവത്തിന്റെ വെളിപ്പെടുത്തൽ ലഭിക്കും. സ്നേഹമുള്ളവരെ, നമ്മൾ യൗസേപ്പ് പിതാവിന്റെയും മറിയത്തിന്റെയും ഉണ്ണിയുടെയും ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ തിരുക്കുടുംബത്തെ പോലെ നമ്മുടെ കുടുംബത്തെയും മാറ്റണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, തിരുക്കുടുംബം ദൈവകൽപ്പനകൾ പാലിച്ച് ദൈവത്തിന്റെ സ്വരത്തിനായിട്ട് കാതോർത്തിരുന്നത് പോലെ നമ്മുടെ കുടുംബങ്ങളിൽ കാതോർക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ, അത് നമ്മൾ ആത്മശോധന ചെയ്യേണ്ടതുണ്ട്. തീർച്ചയായും സ്നേഹമുള്ളവരെ, തിരുക്കുടുംബത്തിലെ യൗസേപ്പ് പിതാവും മറിയവും ദൈവകൽപ്പനകൾ പാലിക്കുന്നവരും ദൈവിക കാര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കുന്നവരുമായതുകൊണ്ട് ദൈവം അവരുടെ കുടുംബത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം വ്യക്തമായ സഹായം നൽകി. ദൈവാത്മാവ് അവരെ സഹായിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നൊക്കെ പറഞ്ഞ് ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, കർത്താവിന്റെ തിരുമുമ്പിൽ തിരുക്കുടുംബത്തെ പോലെ നമ്മുടെ കുടുംബത്തെയും മാറ്റണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് തീർച്ചയായും നല്ലതാണ്. ദാമ്പത്യ ജീവിതത്തിൽ കലഹങ്ങളും പ്രതിസന്ധികളും സംശയങ്ങളും അസ്വസ്ഥതകളും ഉണ്ടാകുമ്പോൾ നമ്മൾ നമ്മെപ്പോലെയുള്ള മറ്റുള്ള മനുഷ്യരുടെ അരികിലേക്കല്ല പോകേണ്ടത്. യൗസേപ്പ് പിതാവിനെ പോലെ ദൈവത്തോട് ആലോചന ചോദിക്കുക. ദൈവം നമുക്കുത്തരം തരും. നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുന്നതിന് മുമ്പേ ദൈവത്തിന് നമ്മുടെ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാനിടയുള്ള പ്രതിസന്ധികളെക്കുറിച്ച് ദൈവാത്മാവ് വേണ്ട സമയങ്ങളിൽ നമുക്ക് മുന്നറിയിപ്പുകൾ നൽകും. വീണ്ടും നമ്മുടെ മക്കളുടെ ഭാവി, അവരെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതികൾ അത് വെളിപ്പെട്ട് കിട്ടുവാൻ ദൈവാത്മാവിനോട് മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ നമുക്ക് വ്യക്തമായ നിർദ്ദേശങ്ങൾ ലഭിക്കും. അപ്പോൾ ഈശോ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞതാണ്, അവൻ സഹായകനാണ്. ഈ സഹായകൻ അല്പകാലത്തേക്കല്ല,
എന്നേക്കും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും, നിങ്ങളുടെ കുടുംബത്തിലുണ്ടായിരിക്കും, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഈ സഹായം ഉണ്ടാകും. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. സഹായിക്കാൻ ആരുമില്ലാത്തവരല്ല നിങ്ങൾ, സഹായിക്കാൻ ആരുമില്ലാത്തവരല്ല നിങ്ങൾ. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഞാൻ നിങ്ങൾക്ക് സഹായകനെ നൽകിയിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് സഹായകനെ നൽകും. ദൈവത്തിന്റെ ആത്മാവിനെ ഞാൻ നിങ്ങൾക്ക് നൽകും. സഹായിക്കാൻ ആരുമില്ലാത്തവരാണെന്ന് നിങ്ങൾ കരുതരുത്. നിങ്ങൾക്ക് സഹായകനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്, ദൈവാത്മാവുണ്ട്. നിങ്ങൾ അനാഥരല്ല. നിങ്ങളുടെ ജീവിതത്തിന്റെ ഏത് ആവശ്യങ്ങളിലും ഈ ആത്മാവ് നിങ്ങളെ സഹായിക്കും. അത് എല്ലാ കാലവും ഈ സഹായം നിങ്ങൾക്ക് ലഭിക്കും. അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. അത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുക നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ച് ജീവിക്കുമ്പോൾ, അങ്ങനെ നിങ്ങൾക്ക് എന്നോട് സ്നേഹമുണ്ടെന്ന് നിങ്ങൾ തെളിയിക്കുമ്പോൾ, നിങ്ങളുടെ കുടുംബം എൻ്റെ കൽപ്പനകൾ പാലിച്ച് ജീവിക്കുമ്പോൾ, നിങ്ങളുടെ കുടുംബത്തിന് എന്നോട് സ്നേഹമുണ്ടെന്ന് നിങ്ങൾ തെളിയിക്കുമ്പോൾ, തീർച്ചയായും ഈ സഹായങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. അതാണ് കർത്താവിന്റെ വാഗ്ദാനം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈശോ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഇപ്രകാരം പറയുക. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 26-ാം തിരുവചനത്തിൽ, എന്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയും ചെയ്യും. കർത്താവ് പറയുകയാണ്, എന്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നിങ്ങളെ പഠിപ്പിക്കും. നിങ്ങൾക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം പരിശുദ്ധാത്മാവ് പഠിപ്പിക്കും. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം അവൻ നിങ്ങളെ ഓർമ്മിപ്പിക്കും. അതേ സ്നേഹമുള്ളവരെ, ഇത് കർത്താവിന്റെ വാക്കാണ്, മനുഷ്യന്റെ വാക്കല്ല. എല്ലാ കാര്യങ്ങളും പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുമെന്ന് പറഞ്ഞത് കർത്താവാണ്. വാക്കിൽ വിശ്വസ്തനാണ്. പറയുന്ന കാര്യങ്ങളിൽ വിശ്വസ്തനായ കർത്താവാണ് പറയുന്നത്. എല്ലാ കാര്യങ്ങളിലും നിങ്ങളെ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കും. സ്നേഹമുള്ളവരെ, പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിനോട് നമ്മൾ പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവെ എന്നെ പഠിപ്പിക്കണമേ എന്ന്. പരിശുദ്ധാത്മാവെ എന്നോട് സംസാരിക്കണമേ, പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കുന്ന കേൾക്കാൻ എന്നെ ഒരുക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചാൽ തീർച്ചയായും ദൈവാത്മാവിന്റെ സഹായത്താൽ നമ്മുടെ കുടുംബത്തെ സന്തോഷമുള്ള ഒരു കുടുംബമാക്കി, സമാധാനമുള്ള ഒരു കുടുംബമാക്കി, ഐശ്വര്യമുള്ള ഒരു കുടുംബമാക്കി മുമ്പോട്ട് കൊണ്ടുപോകുവാൻ നമുക്ക് ഏവർക്കും സാധിക്കും. തിരുക്കുടുംബം ദൈവാത്മാവിനാൽ നയിക്കപ്പെട്ട് അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമായി മുമ്പോട്ട് പോയതുപോലെ നമ്മുടെ കുടുംബവും ദൈവാത്മാവിനാൽ നയിക്കപ്പെടുവാനും അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമായി മാറാനും നമുക്ക് പ്രത്യേകം പ്രാർത്ഥിച്ചൊരുങ്ങാം. നമുക്ക് കണ്ണുകളടച്ച് അല്പസമയം പ്രാർത്ഥിക്കാം. സ്നേഹമുള്ളവരെ, ദൈവാത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ് എല്ലാ കുടുംബങ്ങളെയും സഹായിക്കുവാൻ തയ്യാറാണ്. ദൈവത്തിൻ്റെ ആത്മാവ് എല്ലാ ഭാര്യ ഭർത്താക്കന്മാരെയും സഹായിക്കുവാൻ തയ്യാറാണ്. ദൈവത്തിൻ്റെ ആത്മാവ് എല്ലാ മാതാപിതാക്കളെയും സഹായിക്കുവാൻ തയ്യാറാണ്. ഈ ദൈവാത്മാവിൻ്റെ സഹായം നമുക്ക് ലഭിക്കണമെങ്കിൽ കർത്താവ് വചനത്തിലൂടെ പഠിപ്പിക്കുകയാണ്, നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിക്കണം, നിങ്ങൾ എന്നെ സ്നേഹിക്കണം. നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെന്നാണ്. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ ഞാനും നിങ്ങളെ സ്നേഹിക്കും. ഞാൻ നിങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടും. നിങ്ങൾക്ക് സഹായകനെ നൽകും. പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും. നമ്മുടെ കുടുംബങ്ങളെ കർത്താവിന് സമർപ്പിക്കാം. വ്യക്തിപരമായ ജീവിതങ്ങളെ ആത്മാവിന് സമർപ്പിക്കാം. ദാമ്പത്യ ജീവിതത്തെ കർത്താവിന് സമർപ്പിക്കാം. ദാമ്പത്യ ജീവിതത്തിൽ കലഹങ്ങളും പ്രതിസന്ധികളും സംശയങ്ങളും അസ്വസ്ഥതകളും ഉണ്ടാകുമ്പോൾ ദൈവത്തോട് നമുക്ക് ആലോചന ചോദിക്കാം. മക്കളുടെ ജീവിതത്തെ, അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും അപകടം ഉണ്ടാകുന്നതിന് മുമ്പേ നമുക്ക് ദൈവാത്മാവിന് സമർപ്പിക്കാം. മക്കളുടെ ജീവിതത്തിൽ അപകടങ്ങളും അനർത്ഥങ്ങളും സംഭവിക്കുമ്പോഴല്ല അവർ ദൈവത്തിന് സമർപ്പിക്കേണ്ടത്. മക്കളുടെ ജീവിതത്തിൽ അപകടങ്ങളും അനർത്ഥങ്ങളും സംഭവിക്കുന്നതിന് മുമ്പേ മക്കളെ ദൈവത്തിനും ദൈവാത്മാവിനും സമർപ്പിച്ചാൽ ദൈവാത്മാവ് മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകാനിടയുള്ള അപകടങ്ങളെ നമുക്ക്
വെളിപ്പെടുത്തലുകളായി പറഞ്ഞു തരും. വീണ്ടും മക്കളുടെ ജീവിതത്തിൽ അവർ എന്തായിത്തീരണം, എവിടെ പോകണം, എന്താണ് ദൈവത്തിൻ്റെ പദ്ധതി, മക്കൾ വളർന്നു വലുതായി ആ സമയത്തല്ല നമ്മൾ അന്വേഷിക്കേണ്ടത്. ദൈവത്തോട് നേരത്തെ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. എൻ്റെ മകൻ ആരായിത്തീരണം, എൻ്റെ മകൾ ആരായിത്തീരണം, അവർ എവിടെ പോകണം, അവരെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ വെളിപ്പെടുത്തി തരണമേ എന്ന് അവർ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തന്നെ അവരെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ വേണ്ട സമയത്ത് ദൈവാത്മാവ് ആ വെളിപ്പെടുത്തൽ നൽകും. സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ ആത്മാവ് സഹായിക്കുവാൻ തയ്യാറായി ഈ ലോകത്തുണ്ട്. ഈ ആത്മാവിൻ്റെ സഹായം നമുക്ക് വേണ്ടതുപോലെ പ്രയോജനപ്പെടുത്താം. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു കുടുംബമായി മാറാം, അനുഗ്രഹിക്കപ്പെടുന്ന ഒരു കുടുംബമായി മാറാം, സന്തോഷമുള്ളൊരു കുടുംബമായി മാറാം. തിരുക്കുടുംബത്തെ പോലെ മറ്റെല്ലാവരും അങ്ങനെയായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒരു കുടുംബമാക്കി നമ്മുടെ കുടുംബത്തെയും മാറ്റണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.